അപ്പൊ നിങ്ങളേക്ക് 15 വയസ്സുകാരൻ എന്താ അവിടെ പ്രശ്നം ചെയ്യുന്നത്? തളർന്നു വീണപ്പോ അവന്റെ ബാഗ് പരിശോധിച്ചപ്പോ അവന്റെ ബാഗിൽ നിന്ന് നമുക്ക് കിട്ടിയത് എന്താണെന്നറിയോ? 6 ലിറ്റർ വിദേശ മദ്യം. 10ാം ക്ലാസ്സിലെ കുട്ടിയുടെ ഇനിയിപ്പോ 24 കുട്ടികൾ വേറെ ഓടിക്കും. ഓല ബാഗിൽ എന്തെന്നാ നമ്മൾ കണ്ടിട്ടില്ല, പറയാം. കാണാത്ത സാധനം നമ്മൾ പറയാറല്ലോ. കണ്ട കുട്ടികളുടെ 2 കുട്ടികളുടെ കയ്യിൽ നിന്ന് കിട്ടിയത് 6. അതില് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു, ആൺകുട്ടികളും ഉണ്ടായിരുന്നു. ഇപ്പൊ സ്കൂളിൽ പോയി ചോദിച്ചു എന്താണ് ഇത് നടന്നത്. അപ്പൊ സ്കൂൾ പറഞ്ഞ് സെന്റ് ഓഫിനോല് ചോദിച്ചിരുന്നു. പക്ഷെ സ്കൂളിന്റെ ഉള്ളിൽ നിന്നാണ് നടത്താൻ നമ്മൾ സമ്മതിച്ചത്. പക്ഷെ ഓര് പോയത് വേറെ എവിടെയാണ്. ഈ കുട്ടികൾ നിങ്ങളുടെ എന്റെയും കുട്ടികളല്ലേ? അപ്പൊ നമ്മൾ വീണ്ടും തിരിച്ച് മീറ്റർ 2 കുട്ടികളെയും കൂട്ടി 6 ലിറ്റർ മദ്യവുമായിട്ട് തിരിച്ചു വരുമ്പോ ഒരു പെൺകുട്ടി ഇങ്ങനെ തൂണും ചാരി ഇങ്ങനെ നിന്നിനാ. ആരാന്നുള്ള ഭാവം അറിഞ്ഞൂടാണ്ട് പൂക്കുറ്റി ചൂടാണ്. ഈ കുട്ടിയെ നമുക്ക് വണ്ടിയിലിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഞങ്ങൾ എന്ത് പറയും? ആ കുട്ടിന്റെ ഭാവി നിങ്ങൾ നശിപ്പിച്ചില്ലേ? ഈ കുട്ടിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതും വിളിയാണ്. ഇനി വിളിക്കാൻ ലോകത്ത് ഒരാളും ബാക്കിയില്ല. ഓന്റെ അഭിമാനം, കുടുംബത്തിന്റെ മാനം. നമ്മുടെ സാറ് ചോദിച്ചൊരൊറ്റ ചോദ്യമേ ഉള്ളൂ, ഇവരെ സ്വതന്ത്രമായി ഇതൊരു പ്രശ്നമല്ല എന്ന് കരുതി തിരുത്താതെ ഇവരെ സ്വതന്ത്രമായി വിട്ടാൽ വരുന്ന തലമുറക്ക് ഇതൊരു സൂചനയാകണ്ടേ? അടുത്ത കുട്ടി ഇങ്ങനെ തന്നെയാണ് 3 ലിറ്റർ പിടിച്ചാൽ പോലീസുകാർ ഇക്കിളിച്ച് വീട്ടിൽ കൊണ്ടാക്കും എന്നുള്ള രീതിയിൽ കുട്ടിയുടെ മനസ്സിലേക്ക് ഒരു ബോധമുണ്ടാക്കിയാൽ, അന്തം വിട്ട പ്രായത്തിൽ ബോധമുണ്ടാക്കിയാൽ സമൂഹത്തിന് അതൊരു നല്ല മെസ്സേജ് ആവുമോ എന്ന് ചോദിച്ചപ്പോ വന്നോലും എല്ലാവരും കൂടി കൺഫ്യൂഷനായി.